ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഉത്സവങ്ങളും വർണ്ണ മഹിമകളും നൃത്തങ്ങളും സംഗീതങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വർണ്ണപൊലിമകളും ഒക്കെയാണ് ഭാരതീയ ജീവിതത്തെ ഇത്ര വർണ്ണമയവും വൈവിധ്യപൂർണവുമാക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഉത്സവങ്ങൾ അനിവാര്യമാണ്. എന്തിനെ ഉത്സവമാക്കാൻ പഠിക്കണം? ജീവിതം തന്നെ ഉത്സവമാക്കണം. ഈ മുഖവും വികൃതമാക്കി ഇങ്ങനെ ഇരിക്കാണ്ട് ഒന്ന് ചിരിക്കുക, ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് കണ്ടാ ഒന്ന് ചിരിച്ച് കെട്ടിപ്പിടിക്കുക, എന്താ സുഖമുണ്ട് അതിനല്ലേ? അതെ, ജീവിതം തന്നെ ഉത്സവമാക്കണം. സ്വാമി എനിക്ക് അതില്ല ഇതില്ലടേ, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് ഒന്നും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതിന് വെറും സന്തോഷിച്ചൂടെ? ഒന്ന് ഉത്സവമാക്കിക്കൂടെ? ജീവിതം തന്നെ ഉത്സവമായിരിക്കണം. അതിന് വർണ്ണ പൊലിമകൾ, ശബ്ദഘോഷങ്ങൾ, അത് സ്വഭാവം മനുഷ്യൻ്റെ. അതാണ് ഭാരതത്തിന്റെ വിശേഷം. അതുകൊണ്ട് നമുക്ക് അനേക ഉത്സവങ്ങളുണ്ട്, അനേക ഉത്സവങ്ങൾ. ഓരോ വ്രതത്തിന്റെയും പൂർത്തീകരണത്തിൽ നമുക്കൊരു ഉത്സവമാണ്. ഇപ്പൊ നവരാത്രിക്ക് നമ്മൾ വ്രതം ദീക്ഷിച്ചാൽ ദശമി നമുക്ക് ഉത്സവമാണ്. ചിന്തിക്കുക. ദീപാവലി നമുക്ക് ഉത്സവമാണ്. സൂര്യൻ ദിനരാത്രങ്ങൾക്ക് തുല്യ സമയം കൊടുക്കുന്ന സന്ദർഭം വിഷുവങ്ങൾ നമുക്ക് ഉത്സവമാണ്. എപ്പോഴൊക്കെ ഉത്സവം അല്ലാത്ത ഉത്സവം പിള്ളേനെ കൊണ്ട് ഉത്സവമാക്കുക ജീവിതം, സന്തോഷം. ഇനി ക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയാവാം. ചിലപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് എങ്കിൽ തീർച്ചയായിട്ടും അനിവാര്യമാണ് ഉത്സവങ്ങൾ. അതായത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഉപാസനാനിഷ്ഠയുള്ള ആചാര്യൻ ലോകത്തിൻ്റെ അനുഗ്രഹം സങ്കല്പിച്ചുകൊണ്ട് ഒരു ദേവതാഭാവത്തെ പ്രത്യേക മന്ത്ര ചൈതന്യത്തിനനുസൃതമായ വിധത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുമ്പോൾ എല്ലാ കാലവും പ്രദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹകലയായി വർത്തിക്കണമേ എന്നുള്ളതാണ്. ആ സങ്കല്പത്തോടു കൂടി അവിടെ തീർത്തും ഒരു വ്യക്തിഭാവത്തിൽ ആ ദേവതയെ ആവർത്തിക്കാം, വ്യക്തിഭാവത്തിൽ ആ ദേവതയെ നിത്യകർമ്മങ്ങളെ കൊണ്ട് പൂജിക്കണം. അതിൽ വേദപാഠങ്ങൾ, മന്ത്രജപങ്ങൾ, നിശ്ചിത സമയങ്ങളിലുള്ള പൂജകൾ, നൈവേദ്യ സമർപ്പണങ്ങൾ എല്ലാം ഉൾപ്പെടും. ഇതൊക്കെ ചെയ്യുന്നത് അതേ പ്രതിഷ്ഠാതാവല്ല, മറ്റു വ്യക്തികളാണ്. അതുകൂടാതെ ആ ശക്തി സ്രോതസ്സിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ഭക്തന്മാരുണ്ട്, അവരുടെ സങ്കല്പങ്ങളുണ്ട്. അവരെല്ലാം ശുദ്ധമായിട്ടാണ് വരേണ്ടത്. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി തുടങ്ങിയവ പാലിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലും ദർശകരുടെ നിഷ്ഠകളിലും ഇനി അവിടെ ക്രിയ ചെയ്യുന്നവരുടെ ഭാവനകളിലും ഒക്കെ ന്യൂനതകൾ വരാം, ദോഷങ്ങൾ വരാം. ന്യൂനത വരാം, ദോഷം വരാം. ഈ ന്യൂനതകളെ കൊണ്ടും ദോഷങ്ങളെ കൊണ്ടും അവിടെ ഉണ്ടാകുന്ന ഒരു ചൈതന്യക്ഷയം കാലികമായിട്ട് ഇല്ലാതാക്കണം. ഉദാഹരണത്തിന് പ്രതിവർഷം ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ പ്രതിവർഷം 2 പ്രാവശ്യം, അല്ലെങ്കിൽ പ്രതിവർഷം 4 പ്രാവശ്യം, ഇങ്ങനെയൊക്കെ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വർഷം 4 ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ, വർഷത്തിൽ 2 ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ, വർഷത്തിൽ 1 പ്രാവശ്യം ഉത്സവമുള്ളത്. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 32 കൊല്ലം കൂടുമ്പോൾ മാത്രമുള്ളത് ഇത്രയുണ്ട്. അവിടെ വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളല്ല, വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ മന്ത്രപൂർവം ചെയ്ത് ആ ദേവകലയെ ഉദ്ദീപിപ്പിക്കുകയാണ്. ആ ദേവകല ആ പ്രദേശം മുഴുവൻ അനുഗ്രഹദായകമായി തീരുകയാണ്. അപ്പോൾ
ഒന്ന്, നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ വന്നിട്ടുള്ള ലോപദോഷങ്ങളെ ഇല്ലാതാക്കാനും പോരാ, വിശിഷ്ടങ്ങളായിരിക്കുന്ന ക്രിയകളിലൂടെ ആ പ്രദേശത്തിൻ്റെ മൊത്തം ഐശ്വര്യകരമാകുന്ന രീതിയിൽ അവിടുത്തെ അനുഗ്രഹകലയെ വർദ്ധിപ്പിക്കാനും വേണ്ടി കാലികമായി ചെയ്യുന്നതാണ് ഉത്സവങ്ങൾ. അത് വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. വ്യക്തമാണല്ലോ. ബ്രാക്കറ്റിൽ കരിപ്പുറത്ത് മാത്രം എന്താണ് എഴുന്നള്ളിപ്പ്, ആനയുടെ പുറത്ത് മാത്രം എന്താ എഴുന്നള്ളിപ്പ് അറിയില്ലേ? അതെങ്ങനെ വന്നു എന്നറിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം, മനസ്സിലാക്കിയതിൽ തെറ്റുകൾ വരാം, പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം ദേവതയെ എഴുന്നള്ളിക്കേണ്ടത് ഒന്ന്, ആചാര്യൻ്റെ ഹസ്തത്തിൽ, നെഞ്ചിനോട് ചേർത്ത് ഹസ്തത്തിൽ പിടിക്കുക. രണ്ട്, മസ്തകത്തിൽ വയ്ക്കുക. ശിരസിൽ ദർഭ കൊണ്ടോ തുണി കൊണ്ടും മറ്റുള്ളതായ ആസനം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ശിരസിൽ വെച്ചിട്ട് ചെയ്യുക. മൂന്ന്, രഥത്തിൽ ചെയ്യുക. ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മസ്തകം എന്നുള്ളത് നമ്മുടെ തലയാന്നുള്ളത് മറന്നിട്ട് ആനപ്പുറാന്ന് വിചാരിച്ചുവോ? അതല്ല. ക്ഷേത്ര നടത്തിപ്പിൽ മാത്സര്യങ്ങൾ കടന്നുകൂടിയപ്പോൾ രാജാക്കന്മാർ തമ്മിലുള്ള അഭിമാനത്തിൻ്റെയും വീറിൻ്റെയും മാത്സര്യത്തിൻ്റെയും ചിഹ്നങ്ങളായി ധാരാളിത്തം കാണിക്കുന്നതിൻ്റെ ഭാഗമായി ആനകൾ കടന്നുകൂടിയതാണോ? അതല്ല. ഭക്തിപൂർവം ദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കെട്ടക്കെട്ട ഉയർന്ന സ്ഥലത്ത് തന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണോ? അറിയില്ല. ഏതായാലും ഇന്ന് ഇത് അനർത്ഥമായിട്ടാണ് തീർന്നിട്ടുള്ളത്. അനർത്ഥമായിട്ടാണ്. കാരണം വലിയ വിസ്താരമുള്ള സ്ഥലങ്ങളിൽ ആനകൾ എഴുന്നള്ളിച്ചോ എനിക്കൊരു വിരോധമില്ല. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ നവീകരിക്കപ്പെട്ടു. അത് നവീകരിക്കേണ്ട പോലെയാണോ നവീകരിച്ചത്? അല്ല. കാരണം പൂർവകാലത്ത് ഊരാളന്മാരോ മറ്റോ നീക്കി വെച്ചിരുന്ന ക്ഷേത്രഭൂമികൾ മുഴുവൻ കുടുംബക്കാർ വീതെടുത്തു. ഭഗവാനെ ഒറ്റപ്പെടുത്തി, ബാക്കിയെല്ലാം വീതം വെച്ചു, ചില്ലുവാനാക്കി. ഭഗവാനാകെ ഒരു വട്ടം ഉണ്ടാവും. പിന്നെയാണ് നാട്ടുകാർ കമ്മിറ്റിയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 10 സെന്റ് 15 സെന്റ് 20 സെന്റ് 40 സെന്റ് എന്നും പറഞ്ഞിട്ടുള്ള ഭൂമിയിലാണ് ക്ഷേത്രങ്ങളുള്ളത്. അവിടെയാണ് അപ്പുറത്തെ ക്ഷേത്രക്കാർ ആനേനെ കൊണ്ടുവന്നിട്ട് നമുക്ക് 3 വേണമെന്ന് പറഞ്ഞ് 3നെ കൊണ്ടുവരുന്നത്. ഈ ഇവിടെ നിന്ന് അവൻ ഇടയാത്തതും 10,000 പേരെ കൊല്ലാത്തതും എന്തൊരു ഭാഗ്യമാണ് എന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ട് അതൊന്നും പോരാണ്ട് ഈ ശബ്ദകോശങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത പാവം ജന്തുവിൻ്റെ അടുത്തുനിന്ന് കതിനകൾ പൊട്ടിക്കുകയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ ചെയ്യുകയും അസഹനീയമായ ശബ്ദകോശങ്ങൾ പുറപ്പെടുവിക്കുകയും അതിനേക്കാൾ തീക്ഷ്ണങ്ങളായ വെളിച്ചം അടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രം അനർത്ഥകരമാണ്. ചിന്തിക്കുക. അതുകൊണ്ട് എല്ലാം പഴയ രീതിയിൽ വേണമെച്ചാൽ അടിവരായിട്ട് നമ്മൾ പറയും എല്ലാം പഴയ രീതിയിൽ വേണം. ചിലത് മാത്രം പഴയ രീതിയിൽ വേണം, ചിലത് മാത്രം പുതിയത്. അത് പറ്റില്ല, അനർത്ഥകരമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കരിയും കരിമരുന്നും ഒഴിവാക്കണം. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കരിയും കരിമരുന്നും കൊണ്ടൊരു കളിയാ. ഗുരുനിന്ദ. ഇതിൽ പരം എന്ത് വേണം? ചിന്തിക്കുക. ഇതുകൊണ്ട് ശിവാനന്ദ സ്വാമിക്ക് ആനയോട് ദേഷ്യാന്ന് വിചാരിക്കരുതേ. ആനയോട് അങ്ങേയറ്റം സ്നേഹമാണ്, കൗതുകമാണ്, ഒക്കെയാണ്. പക്ഷേ അതിനെങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഭയാനകാണ്. അതുകൊണ്ട് ആനസ്നേഹം പറയുന്ന കൂട്ടത്തിൽ ഞാനൊട്ടില്ലേനും അതും മനസ്സിലാക്കണം. കാരണം ആനസ്നേഹം പറയുന്നവർക്ക് അറക്കപ്പെടുന്ന കോഴീനോട് സ്നേഹമില്ല, അറക്കപ്പെടുന്ന കാളേനോടോ പോത്തിനോടോ സ്നേഹമില്ല. ആനയോട് മാത്രം സ്നേഹമുള്ള ഒരു പ്രത്യേക വർഗ്ഗമുണ്ട്. അതിൽ നമ്മൾ പെട്ടില്ല. മറിച്ച് ഒരു ജീവിയെ ഉപദ്രവിക്കരുത്. എന്നാൽ എത്ര സ്നേഹമായി സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ നന്നായി ആനയെ നോക്കിയിരുന്ന ആൾക്കാരുണ്ട്. മാതംഗലീല തുടങ്ങിയ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ആനയെ ശുശ്രൂഷിച്ച പാപ്പാന്മാരുണ്ട്.
സമയാസമയങ്ങളിൽ ഹസ്ത്യായുർവേദം അനുസരിച്ച് ചികിത്സ കൊടുത്തവരുണ്ട്. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ ഇന്നത്തെ പീഡനങ്ങൾ അതല്ല. 50 കൊല്ലം മുമ്പ് കേരളത്തിൽ 100-ൽ താഴെ ക്ഷേത്രങ്ങളിൽ 30 എത്രയോ ആണ് കൃത്യം. എന്നാൽ നമുക്കത് കൃത്യം കണക്കറിയാത്തതുകൊണ്ട് തെറ്റരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് 100-ൽ താഴെ എന്ന് പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ 3000-ന് ചോട നാട്ടാനകൾ ഉണ്ടായിരുന്നു. ഇന്ന് 6000 ചില്ലാൻ ക്ഷേത്രങ്ങളിൽ ആനകൾ എഴുന്നള്ളിക്കുന്നു. ആനകൾ 400 ചില്ലാനേ ഉള്ളൂ. അപ്പോൾ ഈ 400 ചില്ലാനിൽ തന്നെ എഴുന്നള്ളിക്കാൻ യോഗ്യത ഉള്ളത് 300 എത്രയേ ഉള്ളൂ. അപ്പൊ തന്നെ ആലോചിച്ചാൽ അറിയാം അവ ഏൽക്കുന്ന പീഡനങ്ങൾ എത്ര ഉണ്ടാവും. ശരി, അതുകൊണ്ട് കരി വേണ്ട, ഉത്സവം വേണം. കുടുംബദേവത എന്നത് എങ്ങനെ ഉണ്ടായി? നമ്മളെ ജീവിതക്രമത്തിൽ വൈദികമായ ഒരു ജീവിതക്രമം അനുസരിച്ച് 2 സന്ധ്യകളിലും നമ്മൾ അഗ്നിഹോത്രം ചെയ്ത് കാലികമായി മറ്റ് യജ്ഞങ്ങളെ നിർവഹിച്ച് ജീവിച്ചു പോന്നു. ആ ഒരു വീക്ഷണം അനുസരിച്ച് നമ്മുടെ ഗൃഹനാഥൻ ആരാണ്? ആരാ ഗൃഹനാഥൻ? അഗ്നി. അഗ്നിയാണ് ഗൃഹനാഥൻ. അതാണ് വിവാഹ സംസ്കാരം ചെയ്ത അതേ ദിവസം ചെയ്യേണ്ടുന്ന അടുത്ത സംസ്കാരമാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഇത് രണ്ടും ഒരേ ദിവസം നടക്കണം. അപ്പോൾ വിവാഹിതരായ പതിയും പത്നിയും ഒന്നിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും അച്ഛനും അമ്മയും കൂടി അവരെ സ്വീകരിച്ച് ആ സമയത്ത് അച്ഛനെയും അമ്മയെയും അവർ നമസ്കരിച്ച് അച്ഛനും അമ്മയും അക്ഷതം ശിരസിലിട്ട് അനുഗ്രഹിച്ച് അത് കഴിഞ്ഞ് അവർ നേരെ അഗ്നിയിലെടുത്തു പോയി പ്രതിജ്ഞ ചെയ്യണം, നിന്നെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം, ആജീവനാന്തം അഗ്നി പരിപാലനം ഞങ്ങൾ ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്യണം. ആ ചടങ്ങാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ്. കാലക്രമേണ അഗ്നി പോയി. എങ്ങനെയായാലും ശരി, ദേവതാധിഷ്ഠിതമായൊരു ജീവിതക്രമം സമൂഹത്തിൽ വന്നു. ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയില്ല. അതാണ് കുടുംബദേവത, ഗ്രാമദേവത, തറവാട് ദേവത എന്നൊക്കെയുള്ള മട്ടിൽ. ഇപ്പൊ കുടുംബദേവത എന്ന് പറയുമ്പോൾ ഭരദേവതയാണ്, കുടുംബ ഭരദേവത. അപ്പൊ ആ കുടുംബത്തിലുള്ളവരൊക്കെ ആ ദേവതയിൽ കേന്ദ്രിതമായ ഒരു ജീവിതം. ആ ദേവതയാണ് അവർ ഒന്നിപ്പിക്കുന്നത്. ആ ദേവതയുടെ വിശേഷങ്ങളിൽ എല്ലാവരും എത്ര ദൂരെ താമസിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചെത്തിച്ചേരുകയും നമ്മൾ ഒന്നാണെന്ന ഭാവനയെ ഊട്ടി ഉറപ്പിക്കുകയും ഒരു ദൃഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഉപാസനാനിഷ്ഠമായി ആ ഏകതയെ തിരിച്ചു വിടുകയുമാണ് കുടുംബ ഭരദേവത ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിനും ഗ്രാമദേവതകൾ, ഓരോ ജനപഥത്തിന്റെയും മധ്യത്തിൽ ജനപഥത്തില് മഹാക്ഷേത്രങ്ങൾ. ഭാരതത്തിൽ എവിടെ പോയാലും ഈ പറഞ്ഞതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ദേവതാ കേന്ദ്രിതമായ ഒരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ട്. അത് ശ്രേഷ്ഠമാണ്. അതിനെ മുൻനിർത്തി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് നമ്മളെ ഒന്നിപ്പിക്കുന്നു, ഉപാസനാ ബലത്തിലൂടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഏകത ഈശ്വരീയമായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. അപ്പൊ നമ്മുടെ ഐക്യത്തിന് വലിയൊരു മാനമായി. ശ്രദ്ധിക്കുക, അതാണ് നമ്മളെ കുടുംബങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. അമ്മയെ അച്ഛനെ ഒക്കെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തെ പോലെയല്ല, ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷേ തലമുറകൾ കഴിയുമ്പോൾ അതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകും. ഇല്ലേ?
ഉണ്ടാവില്ല, കണ്ടുപോകും. ഏറി വന്നാൽ 3 തലമുറ വരെ, അതിനപ്പുറത്ത് പോയാൽ 4 തലമുറ വരെ, അതിനപ്പുറത്തേക്കൊന്നും ആരും പോകില്ല. പിന്നെ കേട്ടുകേൾവി ഉണ്ടായിട്ട് ചിലരൊക്കെ പറയും ഇന്നൊരാൾ ഞങ്ങൾ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് ശരിയാ, അത് രണ്ടറ്റത്തുള്ളവരെയും പറയും അല്ലേ. അങ്ങേയറ്റം മഹിമയുള്ള ആളും ഏറ്റവും പേരുദോഷം വരുത്തിയ ആളും രണ്ടും നമ്മൾ പറയാറുണ്ട്. എന്നാൽ കുടുംബ ഭരദേവത സങ്കല്പം അതല്ല. ആ തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നത്, അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മൾ. അത് നിലനിർത്തണം എന്നാണ് പറയാനുള്ളത്. വഴിപാട് നേർന്നതിന് ശേഷം മറന്നുപോയാൽ ദോഷമുണ്ടാകുമോ? ഓർമ്മ വന്നാൽ അപ്പോൾ ചെയ്യുക. ഓർമ്മ വന്നാൽ അപ്പോൾ ചെയ്യുക. സന്യാസ ദീക്ഷയ്ക്ക് ശേഷം പേര് മാറ്റുന്നത് എന്തിനാണ്? സന്യാസ ദീക്ഷയ്ക്ക് ശേഷമല്ല പേര് മാറ്റുന്നത്, സന്യാസ ദീക്ഷ സന്ദർഭത്തിലാണ് പേരിടുന്നത്. പേരിടുന്നത് നമുക്ക് നാമത്തോടും രൂപത്തോടുമുള്ള താതാത്മ്യമുണ്ട്. രൂപത്തോട് താതാത്മ്യം നമുക്കറിയാതെ ഉണ്ട് ഇല്ലേ? പക്ഷെ രൂപത്തോട് താതാത്മ്യം ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ രൂപം ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുക. തിരിച്ചറിയപ്പെടുന്നില്ലെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കൽ എന്തായാലും തിരിച്ചറിയണില്ല ഇല്ലേ? പോട്ടെ, ഒരു 5 കൊല്ലം കൊണ്ട് തിരിച്ചറിയണില്ല. ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പോ രൂപത്തോട് താതാത്മ്യം ഉണ്ടെങ്കിലും അത് നമുക്ക് തന്നെ അറിയാം. ഇതിൽ അർത്ഥമില്ല എന്നുള്ളത് അറിയാം. ഇതിൽ യാതൊരു അർത്ഥമില്ല, ഇത് ദിവസം തോറും മാറുന്നതാണെന്ന് അറിയാം. പക്ഷേ നമുക്ക് പേരിനോടുള്ള താതാത്മ്യം കുറച്ചും കൂടി സൂക്ഷ്മമാണ്, കുറച്ചും കൂടി സൂക്ഷ്മമാണ്. അതെ, ഒരാൾ നമ്മളെ നോക്കിയിട്ട് നമ്മൾ തെറി എന്ന് വിചാരിക്കുന്ന ഒരു വാക്ക് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. തെറി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഭാഷ മനസ്സിലായില്ലേ? നമ്മൾ തെറിവാക്കെന്ന് വിചാരിക്കുന്ന ഒരു വാക്ക് നമ്മളെ നോക്കി വിളിച്ചു, അതേ വാക്ക് നമ്മുടെ പേര് പറഞ്ഞു വിളിച്ചു. എപ്പോഴാണ് നമ്മൾ അധികം ചൂടാവുക? പേര് പറഞ്ഞു വിളിക്കുമ്പോഴാണ്. ആ പേരിനോടുള്ള താതാത്മ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതല്ല നീ, ഇതിനോടുള്ള താതാത്മ്യം എനിക്ക് ഇല്ലാതാവണം എന്നുള്ളത് കൊണ്ട് ഗുരുനാഥൻ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ഒരു പേരായിട്ട് മാറ്റി. ബ്രഹ്മചര്യ ദീക്ഷയിൽ ആദ്യം അറിയപ്പെട്ട പേരങ്ങോട്ട് മാറ്റി, ബ്രഹ്മചര്യയുടെ പേരിട്ടു. അത് കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു, സന്യാസ ദീക്ഷയായി. അപ്പൊ അതും മാറ്റും. ഇതും അല്ലടാ, അതും മാറ്റി. എന്ത് പേരായിട്ട് ആ ഗുരുവിന് തോന്നിയ പേരിടും. അപ്പൊ ജീവിതത്തിൽ 2 പ്രാവശ്യം അങ്ങനെ പേര് മാറ്റുമ്പോൾ പേരിനോടുള്ള താതാത്മ്യം പോകുന്നതാണ് വെപ്പ്, സങ്കല്പം. പക്ഷെ അതിനോടും താതാത്മ്യം വരാം. അതാണ് മായ. ബലി തർപ്പണത്തിൽ തലേ ദിവസം ഒരിക്കൽ എടുക്കുന്നത് എന്തിനാണ് അറിയില്ലേ? എന്തായാലും വലിയൊരു യജ്ഞല്ലേ ചെയ്യാൻ പോണത്, അതിന് പാകപ്പെടുത്തണ്ടേ ശരീരേന്ദ്രിയ മനോബുദ്ധികളെ. അപ്പൊ അതിന് പാകപ്പെടുത്തണമെങ്കിൽ മിതാഹാരം ശീലിക്കണം, എന്തെങ്കിലുമൊക്കെ ചിലത് ത്യജിക്കണം. എന്നിട്ട് മനസ്സിനെ ആ ഒരു ഉപാസന ചെയ്യുന്നതിലേക്ക് പാകപ്പെടുത്തണം. അതിന് നല്ലതാണ് ഒരു നേരം മൂക്കറ്റം കഴിക്കുകയല്ല, ലഘുഭക്ഷണം സാത്വികമായിട്ട് കഴിക്കുക. ലഘുഭക്ഷണം സാത്വികമായിട്ട് കഴിക്കുക, അതൊരു പാകപ്പെടുത്തലാണ്. എല്ലാ വ്രതങ്ങൾക്കും അതുണ്ട് ഇല്ലേ? ഇല്ല, എല്ലാ വ്രതങ്ങൾക്കും അത് പാകപ്പെടുത്തലാണ്. ഗർഭോപനിഷത്തും ഗർഭാധാന സംസ്കാരവും ഒരേ വിഷയം തന്നെയാണോ? ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാവും വിധം വിശദീകരിച്ച് പറഞ്ഞു തരാമോ? ഗർഭോപനിഷത്തും ഗർഭാധാനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഗർഭാധാന സംസ്കാരം എന്നുള്ളത് ഷോഡശ സംസ്കാരങ്ങളിൽ 1ാമത്തെ സംസ്കാരമാണ്. വിവാഹിതരായ പതിയും പത്നിയും, അഥവാ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ സന്താനോൽപാദനം ഇച്ഛിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ശുഭസങ്കല്പത്തോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച് ഉചിതമായ തിഥിക്ക്, ഉചിതമായ തിഥി എന്നുള്ളത് പ്രധാനമായും സ്ത്രീയുടെ ആർത്തവ ചക്രത്തോട് ബന്ധപ്പെട്ടതാണ്, സമാഗമിക്കുന്ന
ചടങ്ങാണ്. സൽസന്താനം ഉണ്ടാവട്ടെ, ഓജസ്സുള്ള തേജസ്സുള്ള സന്താനം ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടുകൂടി സമാഗമിക്കുന്ന ചടങ്ങാണ് ഗർഭാധാനം അഥവാ നിഷേകം അഥവാ വീര്യാധാനം, അല്ലെങ്കിൽ വീര്യസ്ഥാപനം, അല്ലെങ്കിൽ ഗർഭസ്ഥാപനം. ഇങ്ങനെ അനേക പേരുകളുണ്ട്. അത് കുട്ടികളെ ഉണ്ടാക്കലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുട്ടികൾ ഉണ്ടാവരുത്. രണ്ടുള്ള വ്യത്യാസം മനസ്സിലായില്ല. കാമചേഷ്ടയുടെ ബൈ പ്രോഡക്റ്റ് ആവരുത് കുട്ടി, ധർമ്മചിന്തയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളാണ് ശ്രേഷ്ഠന്മാരായിട്ട് വളരുക. ഗർഭോപനിഷത്ത് പരമമായ തത്വോപദേശം ചെയ്യുന്ന ഉപനിഷത്താണ്. ആ പരമമായ തത്വോപദേശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ വഴിയിൽ വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി രേതസ്സിന്റെ രൂപത്തിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് മുതൽ ജനിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് അതിൽ ഗർഭോപനിഷത്തിൽ. പക്ഷെ അതല്ല ഗർഭോപനിഷത്തിന്റെ മുഖ്യ പ്രമേയം. മറിച്ച് ഗർഭോപനിഷത്ത് പരമമായ സത്യപ്രതിപാദനമാണ്. അതിലേക്ക് വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഭാഗത്താണ് ഈ എന്താ പറയേണ്ടത്, ഭ്രൂണാവസ്ഥ രൂപപ്പെടുന്നത് മുതൽ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് വരെയുള്ള ആ സന്ദർഭങ്ങളെ വിസ്തരിച്ചിട്ടുണ്ട്.